ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് അൽ ജസീറ ഇംഗ്ലീഷാണ്. അതായത് അൽ ജസീറയുടെ ഇംഗ്ലീഷ് പതിപ്പിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധ സമയങ്ങളിൽ വീഡിയോകൾ കാണിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പ്രേക്ഷകർ ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉക്രൈന്റെ ഒരു സൈനികൻ പന്നിയുടെ നെയ്യിലേക്ക് വെടിയുണ്ട ഇങ്ങനെ മുക്കിയെടുത്ത് തോക്കിലേക്ക് നിറക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് അൽ ജസീറയുടെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. അൽ ജസീറ മാത്രമല്ല, ഒരുപാട് മാധ്യമങ്ങൾ ഈ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കവേ ഉക്രൈന്റെ ആ ഗാർഡംഗം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെടിയുണ്ട ഞങ്ങൾ പന്നിയുടെ നെയ്യിലിട്ടുണ്ടാക്കുന്ന വെടിയുണ്ടയാണ്. ഈ വെടിയുണ്ട ആർക്ക് നേരെയാണ് ഞങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല എങ്കിൽ പറഞ്ഞു തരാം. അത് റഷ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള മുസ്ലിങ്ങളുടെ സൈന്യമായിട്ടുള്ള ചെച്ചനിയയുടെ സൈന്യത്തിന് നേരെയാണ് ഞങ്ങൾ ഇത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം മുസ്ലിങ്ങൾക്ക് പന്നി ഹറാമാണല്ലോ. അതുകൊണ്ട് തന്നെ പന്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കഴിച്ച് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ. അതിനാൽ ഞാൻ ഈ പന്നിയുടെ കൊഴുപ്പിൽ വെടിയുണ്ട മുക്കിയെടുത്ത് ആ വെടിയുണ്ട ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെച്ചനിയൻ സൈന്യത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ വെടിയുതിർക്കും എന്നാണ് ഉക്രൈന്റെ ഒരു സൈനികൻ പറയുന്നത്. എല്ലാവർക്കും ഇതേ നിലപാടുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല. മറിച്ച് ഒരു സൈനികനാണ് ഇങ്ങനെ പറയുന്നുള്ളത്. എന്തായാലും ഒരു സൈനികനാണ് എങ്കിൽ പോലും ഈ വീഡിയോ പുറത്തു വന്നത് ഉക്രൈന്റെ ഗാർഡ് തന്നെ പങ്കുവെച്ചതുകൊണ്ടാണ്. അതായത് അവര് തന്നെ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇത്. വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഒരു വർഗീയപരമായ വിദ്വേഷപരമായ ഒരു വീഡിയോ ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ഇത്തരത്തിലുള്ള ആളുകൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തെ വർഗീയപരമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? പല രീതികളിലായിട്ട് ലോകത്തെ പലയിടങ്ങളിലും യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതികളും പ്രയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് തീർത്തും വംശീയപരമായി വർഗീയപരമായി വളരെ മോശമായ തരംതാണ ഒരു പ്രവൃത്തിയാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് അൽ ജസീറ പങ്കുവെച്ച ഈ വീഡിയോക്ക് താഴെ വരുന്നുള്ള അഭിപ്രായങ്ങൾ. വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഈ വീഡിയോക്ക് താഴെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം ഉക്രൈന്റെ നിലവിലെ അവസ്ഥ നോക്കുക. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരുപാടുള്ള അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള തുർക്കിയിൽ അല്ലെങ്കിൽ നാറ്റോ അംഗത്വമുള്ള തുർക്കി വളരെ വ്യക്തമായ ഒരു പിന്തുണ ഉക്രൈന് നൽകിയിട്ടുണ്ട്. അത് മതപരമായിട്ടൊന്നുമല്ല. ഉക്രൈൻ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു പിന്തുണ നൽകിയത്. എന്നാൽ ഇതുപോലും വകവെക്കാതെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന സൈനികന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഇതിൽ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചെച്ചനിയൻ സൈന്യം റഷ്യയുടെ കൂടെ നിന്നത്? റഷ്യൻ റിപ്പബ്ലിക്കിന് കീഴിലുള്ള ഒരു രാജ്യമാണ് ചെച്ചനിയ. അതുകൊണ്ട് തന്നെ റഷ്യ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സൈന്യം റഷ്യയുടെ കൂടെ നിൽക്കും. പക്ഷെ അവർ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ ആ രീതിയിൽ കാണുന്നത് വളരെ മോശമാണ്. അത് മാത്രമല്ല, ഈ ചെച്ചനിയൻ സൈന്യം വളരെ ശക്തരാണ്. അവർ ഈ ഉക്രൈന്റെ പല പ്രദേശങ്ങളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വിമാനത്താവളം അടക്കം ഇവരാണ് പൊളിച്ചത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ അതിനെയൊക്കെ വംശീയപരമായി കാണുന്നത് ശരിയല്ല, മതപരമായി കാണുന്നത് ശരിയല്ല. തീർച്ചയായും അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് സൈനിക ബലത്തിലൂടെയോ അല്ലെങ്കിൽ യുദ്ധരീതികളിലൂടെയോ ആണ്. അതല്ലാതെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പന്നിയുടെ നെയ്ത ഞങ്ങൾ വെടിയുണ്ടയിൽ തേച്ച് വെച്ചിട്ടുണ്ട്, ഇത് മുസ്ലിങ്ങൾക്കാണ് എന്ന് പറയുന്നത് തീർത്തും യോജിക്കാൻ പറ്റാത്ത വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. എന്തായാലും ഈ വീഡിയോ വളരെ രൂക്ഷമായ പ്രതികരണത്തോട് കൂടിയിട്ടാണ് പലരും പങ്കുവെക്കുന്നുള്ളത്. ഈ പ്രതികരണത്തിൽ നാനാ വിഭാഗങ്ങൾ, മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികളും ഈ വീഡിയോയെ വളരെ മോശമായി തന്നെയാണ് പറയുന്നുള്ളത്. കാരണം റഷ്യ യുദ്ധത്തിന് വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ കീഴിലുള്ള ഒരു രാജ്യം വന്നു എന്ന് മാത്രമാണ് അതിനെ കാണേണ്ടത്. എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഉക്രൈന്റെ മൊത്തം സൈനികർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയി മാറിയിരിക്കുന്നു. എന്നാൽ മൊത്തം സൈന്യവും ഇങ്ങനെയാണ് എന്നുള്ള ഒരു അഭിപ്രായം ആർക്കുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.